ഓക്കെ, തീർച്ചയായിട്ടും. അതായത് ജിയോളജി വകുപ്പിന്റെ അനുമതിയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അത് നിർമ്മാണം നടക്കാൻ പാടില്ലാത്തൊരു മേഖലയിലാണ് നിർമ്മാണം നടത്തിയത് എന്നാണ്. അത് ഏത് ഘട്ടത്തിൽ എങ്ങനെയാണ് അനധികൃതമായി നിർമ്മാണം നടന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അത് എങ്ങനെ അനുമതി നൽകി, ആരനുമതി നൽകി എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമാകണം. മലപ്പുറം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയ്ക്ക് ഇത് ജിയോളജി നൽകിയിട്ടുണ്ടോ, ജിയോളജിയുടെ ഒരു അനുമതി ഉണ്ടോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. അത് ജിയോളജി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും നിർമ്മാണം നടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നിർമ്മാണം നടത്താൻ പറ്റാത്ത ഒരു മേഖലയിലാണ്, ചെങ്കുത്തായ പ്രദേശത്താണ് ഒരു നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. മണ്ണെടുക്കുക മാത്രമല്ല, വലിയ തരത്തിൽ പാറ പൊട്ടിച്ചിട്ടുമുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് അവിടെ JCB ഉപയോഗിച്ച് മണ്ണെടുക്കുകയും പാറ പൊട്ടിക്കുകയും ചെയ്തത്. സ്വാഭാവികമായി നമുക്കറിയാവുന്നതുപോലെ പാറ പൊട്ടിക്കുന്നതോടെ അവിടെ ആ പാറയ്ക്ക് ജർക്കിംഗ് സംഭവിക്കുകയും മണ്ണ് ഇളകുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിൽ ആണ് അവിടെ ആ മണ്ണ് ഇടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മളാണ് ആദ്യം ഇവിടെ എത്തുന്നത്. ആ സമയത്ത് ചെറിയ തോതിലാണ് മണ്ണിടിഞ്ഞിരുന്നത്. ആ സമയം തന്നെ നമ്മൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നൽകിയിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നഗരസഭാ പരിധിയിലുള്ള സ്ഥലമാണ്. നഗരസഭാ ചെയർപേഴ്സൺ അറിയില്ല അവിടെ മണ്ണെടുക്കേണ്ടെന്നുള്ള കാര്യം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ടല്ല ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ്. കാരണം കേരള പഞ്ചായത്ത് രാജ് ആക്ടിനെയും മുനിസിപ്പൽ രാജ് ആക്ടൊക്കെ ഭേദഗതി ചെയ്ത് ജനപ്രതിനിധികളിൽ നിന്ന് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ കൗൺസിലിൽ നിന്ന് ഈ അധികാരങ്ങൾ എടുത്തു മാറ്റി ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ട് കുറച്ച് വർഷങ്ങളായി. അപ്പോൾ ഒരു പ്രദേശത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം നടന്നാൽ അത് അറിയുക പോലും ഇല്ല തദ്ദേശ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ സംഭവം നടന്നപ്പോൾ നാട്ടുകാർ ചോദ്യം ഉന്നയിക്കുന്നത് ജനപ്രതിനിധിയോടാണ്, നഗരസഭാ ചെയർപേഴ്സണോടാണ്. ഇപ്പോൾ റിൻഷ എന്ന് പറയുന്ന നഗരസഭാ ചെയർപേഴ്സൺ അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ജിയോളജി വകുപ്പിൽ നിന്ന് കല്ലെടുക്കാൻ അനുമതി തേടിയോ എന്ന കാര്യം തനിക്കറിയില്ല. നഗരസഭയിൽ നിന്ന് അടുത്തിടെ ബിൽഡിംഗ് പെർമിറ്റിനൊന്നും അനുമതി നൽകിയതായി വിവരവുമില്ല. അപ്പോൾ മൊത്തത്തിൽ ക്ലൂലെസ്സായി ജനപ്രതിനിധികൾ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നിയമത്തിൻ്റെ ഭേദഗതിയാണ്. ഉദ്യോഗസ്ഥർക്കാണ് ഇതിൻ്റെ അധികാരം എന്നുള്ളതാണ്. റിൻഷയും നാട്ടുകാരും തമ്മിലുള്ള ഒരു സ്പാറ്റ് നമുക്കൊന്ന് കേൾക്കാം. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി ചേർന്നു. ജംഷീർ, ഇവിടെ മണ്ണെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിനു വേണ്ടി ജിയോളജി വകുപ്പിൽ നിന്ന് മാത്രമാണോ ഇവർ അനുമതി തേടിയത്? മുനിസിപ്പാലിറ്റിക്കാരെ അറിഞ്ഞിട്ടേ ഇല്ല. അജിംസ്, ഇവിടെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇവർ ഇവിടെ മണ്ണെടുത്തതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ നഗരസഭാ ചെയർപേഴ്സൺ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു അനുമതി അവിടെ നൽകിയിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ല എന്നുള്ള, ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യം അറിയില്ല എന്നുള്ളതാണ്. ജിയോളജി വകുപ്പ് ഇവിടെ മണ്ണെടുക്കാൻ, സ്വാഭാവികമായും ജിയോളജി വകുപ്പിൽ നിന്നാണ് ഇങ്ങനെ മണ്ണെടുക്കാനും അതുപോലെ തന്നെ പാറ പൊട്ടിക്കാനൊക്കെ അനുമതി ലഭിക്കേണ്ടത്. അത് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും തനിക്കറിയില്ല എന്നുള്ള, അത് അവിടുന്ന് പരിശോധിക്കണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത്. അതേസമയം തന്നെ നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നത് അനുമതി ഇല്ലാതെയാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത വരേണ്ടത്. ഏതായാലും ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ കളക്ടറെയും അതോടൊപ്പം തന്നെ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരെയും ബന്ധപ്പെട്ടിട്ടുണ്ട്, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു വ്യക്തത വേണം എന്നുള്ളത് തന്നെയാണ് നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത്. കാരണം നഗരസഭാ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ജനപ്രതിനിധികളാണ് ഉത്തരം പറയേണ്ടത്. ജനങ്ങൾക്ക് മുന്നിൽ ഇറങ്ങുന്നത് അവരാണ്. അവർക്ക് പറയാൻ ഉത്തരം വേണം. കാരണം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ ഏത് ഘട്ടത്തിൽ നൽകി, എങ്ങനെ നൽകി എന്നുള്ളത് അറിയണം. കാരണം ഇത്രയും ചെങ്കുത്തായ ഒരു പ്രദേശത്ത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ലാത്ത ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. അതിന്റെ പരിണിത ഫലമായി മണ്ണിടിഞ്ഞു വലിയ തരത്തിലുള്ളൊരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ നേരിട്ട് റിയാക്ട് ചെയ്യുന്നത് ജനപ്രതിനിധികളോടാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള നിർമ്മാണത്തിനാണ് ഇവിടെ അനുമതി നൽകിയത്, ബിൽഡിംഗ് പെർമിറ്റിന് അല്ലെങ്കിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നഗരസഭയിൽ നിന്ന് അനുമതി പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ളവ അന്വേഷിക്കണമെന്നുള്ളതും അത് പരിശോധിക്കുകയാണെന്നുമാണ് ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞത്. ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടറുമായി അല്പം മുമ്പ് അവർ സംസാരിച്ചു. ഉടൻ തന്നെ ജില്ലാ കളക്ടർ ഒരു മീറ്റിംഗിലാണ് അവിടെയുള്ളത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രദേശത്ത് കൂടുതൽ മണ്ണ് ഇടിയുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് കൂടുതൽ ആളുകളെ മാറ്റുകയാണ്. ഇപ്പോൾ പ്രദേശത്ത് മണ്ണ്
മണ്ണ് ഇപ്പോഴും ആ ഭാഗത്ത് നമുക്ക് അങ്ങോട്ടേക്ക് ഇനി പോകാൻ കഴിയില്ല. കാരണം അവിടെ പൂർണ്ണമായും മണ്ണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഘട്ടത്തിൽ ഇപ്പോഴും അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ പൂർണ്ണമായും ആളുകൾ മാറ്റുകയാണ്. കാരണം മാത്രമല്ല ഇവിടെ മണ്ണിടിച്ചിൽ തുടരുകയാണെന്നാണ് ജംഷീർ പൊടിഞ്ഞു നൽകുന്ന വിവരം. തലനാരിഴയ്ക്കാണ് അവർ വലിയ അപകടം അവിടെ നിന്ന് ഒഴിവായത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ മണ്ണെടുക്കാൻ ആര് അനുമതി കൊടുത്തു എന്നുള്ള കാര്യം അവിടുത്തെ തദ്ദേശ സ്ഥാപനത്തിന് അറിയില്ല എന്നുള്ളതാണ്. അത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം ഒരു സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനമോ മണ്ണെടുക്കലോ പാറപൊട്ടിക്കലോ നടന്നാൽ അവിടെയുള്ള തദ്ദേശ സ്ഥാപനം അത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് അറിയേണ്ടത്? അവരറിയാതിരിക്കാനുള്ള കാരണം എന്താണ്? അവരുടെ അനുമതി ഇല്ലാതെ എങ്ങനെയാണ് മണ്ണെടുക്കാൻ സാധിക്കുക? ഇത് വളരെ മൗലികമായൊരു ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങൾ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ നിരന്തരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്.